നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചായിരുന്നു. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒരു ഇൻകം ടാക്സബിൾ ആണോ അല്ലേ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് സെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ആർക്കൊക്കെ ടാക്സബിൾ ആവുന്നു, എപ്പോഴൊക്കെ ടാക്സബിൾ ആവുന്നു എന്നതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്നതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇൻകത്തിനെ ഞാൻ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഇന്ത്യൻ ഇൻകം ഉണ്ട്, അതേപോലെ തന്നെ ഫോറിൻ ഇൻകം ഉണ്ട്. ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കേണ്ട നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താ വെച്ചാൽ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞപ്പോ മൈൻഡിലേക്ക് എന്താ പറയുന്നത്? സോഴ്സ്. അതിന്റെ സോഴ്സ് എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഏതിന്റെ കേസില്? ഇൻഡിവിജ്വലിന്റെയും HUF കേസിൽ. കമ്പനി, ഫേം, AOP, BOAയുടെ കേസിലാണെങ്കിലോ ആകെ രണ്ടാൾക്കാരിൽ വരാം. റെസിഡന്റ് ഉണ്ട്, നോൺ റെസിഡന്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നോക്കാം. ഇൻകത്തിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇൻകം ഉണ്ട്, ഫോറിൻ ഇൻകം ഉണ്ട്. ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ചെയ്യേണ്ടത്? സോഴ്സ് ഓഫ് ഇൻകം എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. സോഴ്സ്, ആ ഇൻകം കിട്ടുന്നതിന്റെ സോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ത്യൻ എംബസിയിലാണ് വർക്ക് ചെയ്യണത്, പക്ഷെ പുറത്താണ് ജോലി ചെയ്യണത്. പക്ഷെ അതിന്റെ സോഴ്സ് ആരാ തരണേ? ഇന്ത്യൻ ഗവൺമെന്റ് ആണ് തരുന്നത്. സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിലായിരിക്കണം എന്ത്? അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഇൻകം എവിടെ കിട്ടിയാലും കുഴപ്പമില്ല, അതിന്റെ സോഴ്സ് ഇന്ത്യയിലാണെങ്കിൽ ടാക്സബിൾ ആണ്. എല്ലാവർക്കും ടാക്സബിൾ ആണ്, എല്ലാ അസസിക്കും ടാക്സബിൾ ആണ്. ഇന്ത്യൻ ഇൻകത്തിന്റെ കേസിൽ ഒരു കൺഫ്യൂഷൻ വരരുത്. സോഴ്സ് ഇന്ത്യയിലാണോ, നമുക്ക് കിട്ടുന്ന ഇൻകം ഇന്ത്യനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഇന്ത്യനാണോ കിട്ടണേ എങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്. ഇനി ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകത്തിനെ ഞാൻ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബിസിനസ് controlled or profession set up in India. ഫോറിൻ ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത് ഫോറിൻ ഇൻകം അല്ലേ. ഫോറിൻ ബിസിനസ് എന്നും പറയാം, കാരണം ഫോറിൻ ഇൻകം ആണ്. അപ്പൊ ഫോറിനിലൊരു ബിസിനസ് എവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യണേ? ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ സെറ്റപ്പ് ഫ്രം ഇന്ത്യ ആയിരിക്കും. ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫോറിനിലെ ബിസിനസ് എവിടെ നിന്ന് കൺട്രോൾ ചെയ്യണു? ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ റെസിഡൻസിന് ടാക്സബിൾ ആയിരിക്കും. ആർക്കാ ടാക്സബിൾ? റെസിഡന്റ്. അപ്പൊ ഇൻഡിവിജ്വൽ HUF ആണെങ്കിൽ ROR വരും, അല്ലെങ്കിൽ RNOR. റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡൻസിനും ടാക്സബിൾ ആണ്. അപ്പോ ഫോറിൻ ഇൻകത്തിന് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ട. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് ബിസിനസ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിൽ റെസിഡൻസിന് ടാക്സബിൾ ആണ്. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഇൻഡിവിജ്വലിന്റെ HUF കേസിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി. ബാക്കിയുള്ളവരുടെ കേസിൽ എന്താ? റെസിഡന്റ് മാത്രമേ ഉള്ളൂ. അതർ ഫോറിൻ ഇൻകം. ഈ അതർ ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ UK ഒരു പ്രോപ്പർട്ടി ഉണ്ട്, UK തന്നെ റെന്റ് കിട്ടുന്നു. അപ്പോ അതിനെ ഏത് കാറ്റഗറിയിൽ പെടുത്താം? അതർ ഫോറിൻ ഇൻകത്തില്. കാരണം ബിസിനസ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഓർ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ അല്ല. അതർ ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് ഇല്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്? പ്രോപ്പർട്ടി ഉണ്ട്, റെന്റ് കിട്ടുന്നുണ്ട്. ബിസിനസ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഏത് കാറ്റഗറിയിൽ വിടും? ബിസിനസ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഓർ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഈ അതർ ഫോറിൻ ഇൻകത്തിന്റെ കേസിൽ ടാക്സബിലിറ്റി വരിക റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രമേ ടാക്സബിൾ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും എന്ത് ചെയ്യേണ്ട? ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല.
ഓക്കെ ആണോ? ഇത്രയും ഇൻകത്തിനെ അപ്പൊ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇന്ത്യൻ ഇൻകം എല്ലാവർക്കും ടാക്സബിൾ ആണ്. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റും റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റും നോൺ റെസിഡന്റും ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകത്തിന്റെ കേസിലോ ബിസിനസ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഓർ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ റെസിഡൻസിന് ടാക്സബിൾ ആവും. അതായത് ആർക്കൊക്കെ RORനും RNORനും റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അതർ ഫോറിൻ ഇൻകത്തിന്റെ കാര്യത്തിൽ ആർക്ക് മാത്രമേ വരുന്നുള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രമേ വരുന്നുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഈ കേസില് നോൺ റെസിഡന്റിന് ടാക്സബിൾ അല്ല. ഈ കേസില് റെസിഡന്റ് നോട്ട് ഓർഡിനറിക്ക് ടാക്സബിൾ അല്ല, നോൺ റെസിഡൻസിനും ടാക്സബിൾ അല്ല. പക്ഷെ ഈ ഇൻകം ടാക്സബിൾ ആവും ഇവരുടെ ഹാൻഡ്സിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ റിസീവ്ഡ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ, റിസീവ്ഡ് ഫ്രം ഇന്ത്യ അല്ലെങ്കിൽ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ ടാക്സബിൾ അല്ലാത്ത ആൾക്കാർക്ക് ടാക്സബിൾ ആവും. എങ്ങനെയാണെങ്കിൽ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. ഇപ്പോ ചുരുക്കി പറഞ്ഞ സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണെങ്കിലും എല്ലാവർക്കും ടാക്സബിൾ ആണ്. അതേപോലെ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും എല്ലാവർക്കും ടാക്സബിൾ ആണ്. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യ ആണെങ്കിലും റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും എല്ലാവർക്കും എന്താണ്? ടാക്സബിൾ ആണ്. ടാക്സബിൾ അല്ലാത്ത ആൾക്കാർക്ക് ടാക്സബിൾ ആവും. എങ്ങനെയാണെങ്കിൽ റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വെച്ചാണ് റിസീവ് ചെയ്യണേ. ഫോറിനിലെ നമുക്കൊരു ബിസിനസ് ഉണ്ട്, അത് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. അതില് ഇൻകം ഇന്ത്യയിൽ വെച്ചാണ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോൺ റെസിഡൻസിന് അടക്കം ടാക്സബിൾ ആണ്. ബാക്കിയുള്ളവർക്ക് ഓൾറെഡി ടാക്സബിൾ ആണ്. നോൺ റെസിഡൻസിന് ടാക്സബിൾ ആവണത് എപ്പോഴാണ്? അത് ഇന്ത്യയിലാണ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ എക്സാമിന് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇപ്പൊ UK ഇൻകം ഉണ്ടായി, UK റിസീവ് ചെയ്തു, നെക്സ്റ്റ് ഇന്ത്യയിലേക്ക് അത് റെമിറ്റ് ചെയ്തു. ഇവിടെ റിസീവ്ഡ് എവിടെയാ? UK ആണ്. ഈ കേസിൽ എന്ത് ചെയ്യണ്ട? നോൺ റെസിഡൻസിന് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ് UK ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. അപ്പൊ റിസീവ് ചെയ്തത് എവിടെ? UK നോൺ റെസിഡൻസിന് എന്ത് ചെയ്യണ്ട? ടാക്സ് ചെയ്യണ്ട. പിന്നീട് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നേ പറയുള്ളൂ. പക്ഷെ റിസീവ്ഡ് എവിടെയാണ്? UK റിസീവ്ഡ് ഇന്ത്യയിലാണെങ്കിൽ മാത്രം UK ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ മാത്രം നോൺ റെസിഡൻസിന് ടാക്സ് ചെയ്താൽ മതി. അല്ലാത്ത കേസിലൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫർദർ റെമിറ്റൻസ് ഒരിക്കൽ കിട്ടിയത് എവിടെയാണോ ആ കിട്ടിയതിനാണ് ഇമ്പോർട്ടൻസ്, ഫർദർ ആയിട്ടുള്ള റെമിറ്റൻസിനല്ല. കിട്ടിയത് എവിടെയാണോ അത് നോക്കണം. അത് ഇന്ത്യയിലാണെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സബിൾ ആണ്. ടാക്സബിൾ അല്ലാത്ത ആൾക്കാർക്ക് ടാക്സബിൾ ആവും. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ഇന്ത്യ ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യണൊക്കെ മുമ്പ് ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യയിലാണെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകത്തിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ ടാക്സബിൾ ആണ്. ആർക്ക്? RORനും RNORനും. നോട്ട് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡൻസ്. നോൺ റെസിഡൻസിന് എന്ത് ചെയ്യേണ്ട? ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതർ ഫോറിൻ ഇൻകത്തിന്റെ കേസിൽ ടാക്സബിൾ ആണ്. ആർക്ക് മാത്രം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രം. നോട്ട് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. പക്ഷെ ഇവർക്ക് ടാക്സബിൾ ആവും. എങ്ങനെയാണെങ്കിൽ ഇഫ് സച്ച് ഇൻകം റിസീവ്ഡ് ഫ്രം ഇന്ത്യ ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ടാക്സബിലിറ്റി വരും. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി പ്രോബ്ലം ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് കുറച്ച് പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള പോയിന്റ് ഒന്ന് നോക്കാം. ഈ സോഴ്സ് ഓഫ് ഇൻകം എല്ലാവർക്കും ടാക്സബിൾ ആണ്. റിസീവ്ഡ് ഫ്രം ഇന്ത്യ ആണെങ്കിലും എല്ലാവർക്കും ടാക്സബിൾ ആണ്. ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ഓർ സെറ്റപ്പ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ റെസിഡൻസിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. അതർ ഫോറിൻ ഇൻകം ആണെങ്കിൽ നോൺ റെസിഡൻസിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻസിനും ടാക്സബിൾ അല്ല. റെസിഡന്റ് ആൻഡ് ഓർഡിനറിക്ക് മാത്രമേ ഉള്ളൂ. ഇനി എക്സംപ്റ്റഡ് ഇൻകം അണ്ടർ സെക്ഷൻ 10. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ടാക്സ് വരില്ല. ആ ഇൻകം എക്സംപ്റ്റഡ് ആണ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. സെക്ഷൻ 10 ആണ് ഈ എക്സംപ്റ്റഡ് ഇൻകത്തിനെ കുറിച്ച് ഡീൽ ചെയ്യണത്. നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാണ്ട്. പക്ഷെ ഇവിടെ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന്
നോക്കി പോവാം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ചിലപ്പോൾ ഓരോ ചാപ്റ്ററിൽ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ സെക്ഷൻ 10 വരുന്നുണ്ടാവാം. നമുക്കത് അവിടെ വെച്ച് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോയിന്റ് മാത്രം നോക്കാം. ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻകം ഈസ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10(1). അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, എക്സംപ്റ്റഡ് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം ഈസ് ടാക്സബിൾ. ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻകം ഈസ് എക്സംപ്റ്റഡ്, ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം ഈസ് ടാക്സബിൾ. ആ ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം ആർക്കായിരിക്കും ടാക്സ് ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ ഫോറിൻ ഇൻകത്തിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ഫ്രം ഇന്ത്യ ആണോ ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ? അല്ല. അത് ഏത് കാറ്റഗറിയിലാണ് വരിക? അപ്പോൾ അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് വരിക. അത് ആർക്ക് മാത്രമേ ടാക്സ് ചെയ്യേണ്ട? ഓർഡിനറി റെസിഡൻസിന് മാത്രം. നെക്സ്റ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എക്സംപ്റ്റഡ് ആണ്. ഫോറിൻ കമ്പനി ഡിവിഡൻഡോ ടാക്സബിൾ ആണ്. അതും ഏതിലാ വരിക? ഫോറിൻ ഇൻകത്തിൽ. ആർക്ക് മാത്രമേ ടാക്സ് ചെയ്യേണ്ടി വരുള്ളൂ? അതർ ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് അത് വരിക. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രമേ ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ഈസ് എക്സംപ്റ്റഡ്, ഫോറിൻ കമ്പനി ഈസ് ടാക്സബിൾ. നെക്സ്റ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റിന് ഓൾറെഡി ഫേം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതിന്റെ ഷെയർ പാർട്ട്ണർക്ക് കിട്ടുന്നുണ്ടാവും. ആ പ്രോഫിറ്റിന് എന്ത് ചെയ്യണ്ട? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷന്റെ എഫക്റ്റ് വരും. ഒരേ ഇൻകത്തിന്റെ മുകളിൽ തന്നെ 2 വട്ടം ടാക്സ് അടയ്ക്കേണ്ട എഫക്റ്റ് വരും. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റിന് ആര് അടയ്ക്കുന്നുണ്ടാവും ടാക്സ്? ഫേം അടയ്ക്കുന്നുണ്ടാവും. അതിന്റെ ഷെയർ പാർട്ട്ണർക്ക് കിട്ടുകയാണെങ്കിൽ പാർട്ട്ണറുടെ ഹാൻഡ്സിൽ അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഗെയിനിനെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. അതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ കേസ് ഓഫ് ഷെയറിന്റെ കേസിൽ മാത്രം. ഷെയർ എങ്ങനെയായിരിക്കണം? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ട്രാൻസ്ഫർ എങ്കിൽ ആ കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ്റെ ചാപ്റ്ററിൽ നോക്കാം എങ്ങനെയാണ് ലോങ് ടൈം വരിക ഷോർട്ട് ടൈം വരിക എന്ന് നോക്കിയും ഡീറ്റെയിൽഡ് ആയിട്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഷെയറിന്റെ എക്സംപ്റ്റഡ് ആണ്. എങ്ങനെയാണെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ട്രാൻസ്ഫർ എങ്കിലും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ്, ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്. നമ്മുടെ ബന്ധുക്കൾ, അച്ഛൻ, അമ്മ ഇവരൊക്കെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എക്സംപ്റ്റഡ്. ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ്, ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ മാരേജിന് എന്ത് തരാം? ഗിഫ്റ്റ് തരാം. അതും എക്സംപ്റ്റഡ് ആണ്. പിന്നെ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ്, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, അതും എക്സംപ്റ്റഡ് ആണ്. അല്ലാത്ത കേസിലൊക്കെയും ഗിഫ്റ്റ് മോർ ദാൻ ₹50,000 ഈസ് ടാക്സബിൾ, ഫുള്ളി ടാക്സബിൾ. ഫോർ എക്സാമ്പിൾ 50,001 ആണെങ്കിൽ 50,001 ഈസ് ടാക്സബിൾ ആണ് അതർ കേസസിൽ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്ത് തരാണ്? ഗിഫ്റ്റ് തരികയാണ് ബർത്ത്ഡേക്ക്. ഒരു 60,000 rupees തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 60,000 rupeesഉം ടാക്സബിൾ ആണ്. അല്ലാതെ അപ് ടു 50,000 എക്സംപ്റ്റഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. മോർ ദാൻ 50,000 ആണെങ്കിൽ ഫുൾ എമൗണ്ട് ഈസ് ടാക്സബിൾ, ലെസ് ദാൻ 50 ആണെങ്കിൽ ഫുൾ എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ്. ഗിഫ്റ്റിന്റെ കേസിൽ എങ്ങനെയാ? മോർ ദാൻ 50,000 ആണെങ്കിൽ ഫുൾ എമൗണ്ട് ഈസ് ടാക്സബിൾ, ലെസ് ദാൻ 50,000 ആണെങ്കിൽ ഫുൾ എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ്. അതിൽ ശ്രദ്ധിക്കുക, റിലേറ്റീവും ഒക്കേഷൻ ഓഫ് മാരേജും വില്ല് ഇൻഹെറിറ്റൻസ് ഒക്കെ ആണെങ്കിൽ എത്ര രൂപയാണെങ്കിലും 50,000 മുകളിലാണെങ്കിലും 1 lakh ആണെങ്കിലും 2 lakh ആണെങ്കിലും ഒക്കെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം, മുമ്പ് ടാക്സ് ചെയ്യാത്ത ഒരു ഫോറിൻ ഇൻകം പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇത് ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്താന്നും പറയാനില്ല, മുമ്പ് ടാക്സ് ചെയ്തിട്ടില്ല, അത് പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന നമ്മൾ ഇയറിലത്തെ ഇൻകം അല്ല, അതിന് എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ആർക്കും ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട? ആർക്കും ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇതിൻ്റെ ഒക്കെ ടോട്ടലിനെ എന്ത് വിളിക്കും? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ചാപ്റ്റർ 6A ഓർ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A ഓർ സെക്ഷൻ 80C to 80U എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ഇൻകം ആയിരിക്കും ചോദിക്കുക. ടോട്ടൽ ഇൻകം കാരണം എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് എക്സാം.
ഇത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സിന്റെ തിയറി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിൾ നോക്കി പോവാം. അതിൽ ഫസ്റ്റ് വൺ, ഇൻകം റിസീവ്ഡ് ഫ്രം ബിസിനസ് ഇൻ ചെന്നൈ. അപ്പൊ ഇൻകം എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ബിസിനസ് ഇൻ ചെന്നൈ. ചെന്നൈ എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇന്ത്യയിലാണ്. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. എല്ലാവർക്കും ടാക്സബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇൻ ചെന്നൈ 50% റിസീവ്ഡ് ഫ്രം ഡൽഹി. ചെന്നൈയിലാണ്, സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. പിന്നെ 50% ഡൽഹിയിൽ നിന്നാണോ കിട്ടണേ അല്ലേ എന്നുള്ള ഇമ്പോർട്ടൻസ് വരുന്നില്ല അവിടെ. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലായതുകൊണ്ട് എല്ലാവർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇൻ ചെന്നൈ 50% റിസീവ്ഡ് ഫ്രം UK. നോ പ്രോബ്ലം, സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്, എല്ലാവർക്കും ടാക്സബിൾ ആണ്. റിസീവ്ഡിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നില്ല. റിസീവ്ഡിന്റെ ഇമ്പോർട്ടൻസ് എവിടെ വരിക? ടാക്സബിൾ അല്ലാത്തവർക്ക് ടാക്സബിൾ ആക്കാൻ റിസീവ്ഡ് നമ്മൾ നോക്കണം. ഓൾറെഡി ടാക്സബിൾ ആണെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ കൺട്രോൾഡ് ഫ്രം മുംബൈ. ബിസിനസ് എവിടെയാ? കാനഡയില്. ദാറ്റ് ഈസ് ഫോറിൻ ബിസിനസ് ആണ്. കൺട്രോൾ ചെയ്യണത് എവിടുന്ന? മുംബൈന്ന്. മുംബൈ എവിടെ? ഇന്ത്യയിൽ. ഫോറിൻ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണ്. ആർക്ക് മാത്രമേ ടാക്സ് ചെയ്യണ്ടൂ? റെസിഡൻസിന് മാത്രമേ ടാക്സ് ചെയ്യണ്ടൂ. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻസിനും ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. നോൺ റെസിഡൻസിന് ടാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ കൺട്രോൾഡ് ഫ്രം മുംബൈ 60% റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പൊ ശരിക്കും നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞു ഫോറിൻ ബിസിനസ് ഇൻകം കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണ്. ആദ്യത്തെ രണ്ടുപേർക്ക് ടാക്സ് ചെയ്യണം. പക്ഷെ നെക്സ്റ്റ് ലാസ്റ്റ് ലൈൻ ഒന്ന് നോക്കുക, 60% റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? ടാക്സബിൾ അല്ലാത്തവർക്ക് ടാക്സബിൾ ആവും. എങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യന്ന് റിസീവ് ചെയ്യണ്ടെങ്കിൽ. അപ്പൊ നോൺ റെസിഡൻസിന്റെ കേസിൽ ടാക്സബിൾ ആവും. എങ്ങനെയാണ്? 60% ഇന്ത്യയിൽ റിസീവ് ചെയ്യണോണ്ട് 60,000 ടാക്സബിൾ ആണ് നോൺ റെസിഡൻസിന്റെ കേസിൽ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ കൺട്രോൾഡ് ഫ്രം USA. അപ്പോൾ ബിസിനസ് എവിടെയാണ്? കാനഡയിലാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഫോറിൻ ബിസിനസ് ആണ്. കൺട്രോൾഡ് ഫ്രം USA, അത് ഔട്ട്സൈഡ് ആണ്. അപ്പോൾ ഫോറിൻ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഫോറിൻ കൺട്രി. അപ്പൊ ഫോറിൻ കൺട്രി ആയതുകൊണ്ട് അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് വരിക. അതർ ഫോറിൻ ഇൻകം ആർക്ക് മാത്രമേ ടാക്സബിലിറ്റി ഉള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രമേ ടാക്സബിൾ ഉള്ളൂ. എത്രയാണ് എമൗണ്ട് ടാക്സ് ചെയ്യേണ്ടത്? 4 lakhs റെസിഡന്റ് ആൻഡ് ഓർഡിനറിക്ക്. ബാക്കി രണ്ടുപേർക്കും ടാക്സബിലിറ്റി നില്ലാണ്. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ കൺട്രോൾഡ് ഫ്രം USA. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിനെ, പക്ഷെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം, 40% റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ റിസീവ്ഡിന്റെ കേസിൽ എന്താ പറഞ്ഞത്? ടാക്സബിൾ അല്ലാത്ത ആൾക്കാർക്ക് ടാക്സബിൾ ആവും. എങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യന്ന് റിസീവ് ചെയ്യണ്ടെങ്കിൽ. അപ്പൊ ഇന്ത്യന്ന് എത്ര റിസീവ് ചെയ്യേണ്ടത്? 40%. 4 lakhsന്റെ 40% ഇന്ത്യന്നാണ് റിസീവ് ചെയ്യണേ. അപ്പോൾ അതർ ഫോറിൻ ഇൻകം ആണ്. 40% റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പൊ ആദ്യത്തെ ആൾക്ക് ഫുള്ളി ടാക്സബിളും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡൻസിനും 40% ടാക്സബിൾ ഉള്ളൂ. 1,60,000 വെച്ചാണ് ടാക്സബിലിറ്റി. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കി നോക്കാം. അതില് ഫസ്റ്റ് വൺ, ഡിവിഡൻഡ് ഫ്രം ജപ്പാനീസ് കമ്പനി റിസീവ്ഡ് ഇൻ ജപ്പാൻ. ജപ്പാനീസ് കമ്പനി, ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എക്സെംപ്റ്റഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ജപ്പാനീസ് കമ്പനി ഫോറിൻ കമ്പനിയാണ്. ഡിവിഡൻഡ് എവിടെ റിസീവ് ചെയ്യണു? ജപ്പാനിൽ തന്നെ റിസീവ് ചെയ്യണു. അങ്ങനെയാണെങ്കിൽ ടാക്സബിലിറ്റി ആർക്ക് വരിക? ഏത് കാറ്റഗറിയിൽ ഇത് വരിക? ജപ്പാനീസ് കമ്പനി റിസീവ്ഡ് ഇൻ ജപ്പാൻ, ഫോറിൻ ഇൻകം ആണ്. ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണോ? അല്ല. ഏത് കാറ്റഗറിയിലാണ് വരിക? അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് വരിക. ടാക്സബിലിറ്റി ആർക്ക് മാത്രം വരും? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് മാത്രം ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഫ്രം RP ലിമിറ്റഡ് ആൻ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് ഈസ് എക്സംപ്റ്റഡ്. നമ്മൾ പഠിച്ചേണ്ട എക്സംപ്റ്റഡ്. അപ്പൊ എന്ത് ചെയ്യണ്ട? ആർക്കും ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ്,
ഇൻട്രസ്റ്റ് ഫ്രം ഡിബഞ്ചേഴ്സ് ഇൻ എൻ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയാണ്. ഇൻട്രസ്റ്റ് ഫ്രം ഡിബഞ്ചേഴ്സ് ഇൻ എ ഇന്ത്യൻ കമ്പനി. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. അപ്പോ അതിന്റെ ടാക്സബിലിറ്റി എങ്ങനെ വരും? സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡന്റിനും ടാക്സബിൾ ആണ്. ബിക്കോസ് സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ഇൻകം ഇൻ ലാൻഡ് ഇൻ ഗുജറാത്ത് ഇന്ത്യയിലല്ലേ. അപ്പൊ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻകം ഈസ് എക്സംപ്റ്റഡ്. എല്ലാവർക്കും അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ UK റിസീവ്ഡ് ദർ. യുകെയിലെ അഗ്രികൾച്ചർ ലാൻഡ്, ദാറ്റ് ഈസ് ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം. ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം എന്താണ്? ടാക്സബിൾ ആണ്. എക്സംപ്റ്റഡ് ആണോ? അല്ല. ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻകം മാത്രമേ എന്തുള്ളൂ? എക്സംപ്റ്റഡ് ഉള്ളൂ. ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം ഈസ് ടാക്സബിൾ. ആർക്കാണ് ടാക്സ് ചെയ്യേണ്ടത്? ഏത് കാറ്റഗറിയിലെ വരിക? ഫോറിൻ ഇൻകം. ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഫ്രം ഇന്ത്യ ആണോ? അല്ല. അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് വരിക. ആർക്ക് മാത്രം ടാക്സ് ചെയ്താൽ മതി? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രം ടാക്സ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ചെന്നൈ ബട്ട് മാനേജർ ഫ്രം UK. ബിസിനസ് ഇൻ ചെന്നൈ. ചെന്നൈ എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇന്ത്യയിലാണ്. സോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ എവിടെയാ? ഇന്ത്യയിലായിരിക്കും. മാനേജർ ഫ്രം UK അപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്. അപ്പൊ ബിസിനസ് ഇൻ ചെന്നൈ ഇന്ത്യയിലാണ്, എല്ലാവർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ജർമ്മനി ബട്ട് കൺട്രോൾഡ് ഫ്രം മുംബൈ. ബിസിനസ് എവിടെയാ? ജർമ്മനിയിലെ. ഫോറിൻ ബിസിനസ് ആണ്. എവിടുന്നാ കൺട്രോൾ ചെയ്യണേ? ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് മാത്രം ടാക്സബിലിറ്റി വരിക? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം എങ്ങനെയാ? ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഫോറിൻ ഇൻകം ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ആർക്ക് മാത്രം? റെസിഡൻസിന് മാത്രം ടാക്സബിൾ. നോൺ റെസിഡൻസിന് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ UK കൺട്രോൾഡ് ഫ്രം ചെന്നൈ. യുകെയിലെ ബിസിനസ് എവിടുന്ന് കൺട്രോൾ ചെയ്യണു? ചെന്നൈയിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. നേരത്തെ പറഞ്ഞ അതന്നെ. പക്ഷെ ബ്രാക്കറ്റിൽ ഒന്ന് നോക്കുക. 40% ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എല്ലാവർക്കും ടാക്സ് ചെയ്യണം എന്ന് പറഞ്ഞേ. പക്ഷെ എത്ര ടാക്സ് ചെയ്യണം? 40% അല്ലേ റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പൊ ആദ്യത്തെ രണ്ടാൾക്കാർക്ക് ഫോറിൻ ഇൻകം ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആയതുകൊണ്ട് ഫുള്ളി ടാക്സബിളും. തേർഡ് കാറ്റഗറി നോൺ റെസിഡൻസിന് എത്ര മാത്രം ടാക്സ് ചെയ്താൽ മതി? 40% മാത്രം ടാക്സ് ചെയ്താൽ മതി. ആദ്യത്തെ രണ്ട് കാറ്റഗറിക്ക് ഫുള്ളി ടാക്സബിൾ. കാരണം എന്താ? ഫോറിൻ ഇൻകം ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആയതുകൊണ്ട് റെസിഡൻസിന് ടാക്സബിൾ ആണ്. നോൺ റെസിഡൻസിന് ഇവിടെ ടാക്സബിൾ ആവും. എങ്ങനെ? 40% ടാക്സ് ചെയ്യണം. കാരണം എന്താ? റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. നെക്സ്റ്റ്, റെന്റൽ ഇൻകം received in a property in Canada from a property situated in Chennai. റിസീവ് ചെയ്യണത് എവിടെയാ? കാനഡയില്. പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യണത് എവിടെയാ? ഇന്ത്യയില്. സോഴ്സ് എവിടെയാ? ഇന്ത്യയിലെ പ്രോപ്പർട്ടിന്ന് കിട്ടിയതല്ലേ. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്, ചെന്നൈയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താണ്? ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, റെന്റൽ ഇൻകം റിസീവ്ഡ് ഇൻ ചെന്നൈ ഫ്രം എ പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ കാനഡ. റിസീവ്ഡ് ഇൻ ചെന്നൈ, റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യ ആണെങ്കിലും എല്ലാവർക്കും ടാക്സബിൾ ആണ്. അതുകൊണ്ട് 55,000 എല്ലാവർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, റെന്റൽ ഇൻകം റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ ഫ്രം എ പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ പാകിസ്ഥാൻ. റെന്റൽ ഇൻകം പ്രോപ്പർട്ടി എവിടെയാണ്? പാകിസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്യണു. റിസീവ് ചെയ്യണത് എവിടെയാ? പാകിസ്ഥാനിൽ തന്നെ. ഫോറിൻ ഇൻകം റിസീവ്ഡ് ഇൻ ഫോറിൻ കൺട്രി. അങ്ങനെയാണെങ്കിൽ അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിലെ വരിക? ബിസിനസ് ഓഫ് പ്രൊഫഷൻ കൺട്രോൾ ഫ്രം ഇന്ത്യ ആണോ? അല്ല. ഏത് കാറ്റഗറിയിലെ വരിക? അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിൽ. ആർക്ക് മാത്രം ടാക്സ് ചെയ്താൽ മതി? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രം ടാക്സ് ചെയ്താൽ മതി. സപ്പോസ് ഈ ഒരു എക്സാമ്പിളിൽ തന്നെ 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ വരും? 20,000 റെസിഡന്റ് ആൻഡ് ഓർഡിനറിക്കും റെസിഡന്റ് നോട്ട് ഓർഡിനറിക്ക് 10,000ഉം നോൺ റെസിഡന്റിന് 10,000 വരും. കാരണം 50% എല്ലാവർക്കും ടാക്സ് ചെയ്യണം. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഇൻ എൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ജർമ്മനി.
ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഷെയറിന്റെ കേസിൽ എക്സെപ്റ്റഡ് ആണെന്ന് പഠിച്ചു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? ടാക്സബിൾ ആണ്. എന്ത് കമ്പനിയുടെ? ഇന്ത്യൻ കമ്പനി. സോഴ്സ് എവിടെയാ? ഇന്ത്യയില്. പിന്നെ റിസീവ് നോക്കേണ്ട ആവശ്യമുണ്ടോ? സോഴ്സ് ഇന്ത്യയിലാണെങ്കിൽ പിന്നെ റിസീവ്ഡ് നോക്കേണ്ട ആവശ്യമില്ല. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. എല്ലാവർക്കും എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. നെക്സ്റ്റ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് എൻ ഇന്ത്യൻ കമ്പനി ഓൺ വിച്ച് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ്. അതോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇന്ത്യൻ കമ്പനിയുടെ ആണ്, ഷെയറിന്റെ കേസാണ്. STT പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. എല്ലാ കാറ്റഗറിക്കും എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 1038. ഒരു ഐഡിയ ആയെന്ന് വിചാരിക്കണു. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഹൗസ് പ്രോപ്പർട്ടി ആണ്. അത് ഏത് കാറ്റഗറിയിലാണ് വരിക? അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിൽ. ഫോറിൻ ഇൻകം ആണ്. ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ അല്ല. അപ്പൊ എന്ത് കാറ്റഗറിയിൽ? അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് വരിക. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആയിരിക്കും. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ലണ്ടൻ കൺട്രോൾഡ് ഫ്രം ലണ്ടൻ. ബിസിനസ് ലണ്ടനിലാണ്, കൺട്രോൾഡ് ഫ്രം ലണ്ടനുമാണ്. കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ റെസിഡൻസിന് മുഴുവൻ ടാക്സബിൾ ആയേനെ. പക്ഷെ കൺട്രോൾഡ് ഫ്രം ലണ്ടൻ ആണ്. അപ്പൊ ഇത് ആർക്കാ ടാക്സബിള്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രം ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, പെൻഷൻ ഫോർ സർവീസ് റെന്റഡ് ഇൻ ചെന്നൈ റിസീവ്ഡ് ഇൻ ചൈന. ചെന്നൈയിലാണ് സർവീസ് റെന്റഡ്. ചെന്നൈ ഇന്ത്യയിലാണ്. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. ആയതുകൊണ്ട് എല്ലാവർക്കും ടാക്സബിൾ ആണ്. RORനും RNORനും നോൺ റെസിഡൻസിനും ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻ കാനറ ബാങ്ക് കൊച്ചിൻ. കൊച്ചിൻ ഇന്ത്യയിലാണ്. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. എല്ലാവർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ടൈം ഡെപ്പോസിറ്റ് ഇൻ കാനറ ബാങ്ക് കൊച്ചിൻ. സെയിം തന്നെയാണ് പറഞ്ഞത്. സോഴ്സ് ഓഫ് ഇൻകം ഇന്ത്യയിലാണ്. എല്ലാവർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ USA ഫ്രം എൻ ഇന്ത്യൻ കമ്പനി. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ഈസ് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ആർക്കും ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ കൺട്രോൾഡ് ഫ്രം കാനഡ. ബിസിനസ് എവിടെയാണ്? കാനഡയിൽ. ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഫോറിൻ ആണ്. കൺട്രോൾ കാനഡയിൽ. അപ്പോ അതർ ഫോറിൻ ഇൻകത്തിന്റെ കാറ്റഗറിയിൽ വരും. ആർക്ക് മാത്രം ടാക്സ് അടച്ചാൽ മതി? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡൻസിന് മാത്രം ടാക്സബിൾ ആണ്. ഓക്കെ.